വരിക ദേവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. വരിക ദേവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. ഇതാ ഇവിടെ ദൈവത്തിൻ കൂടാരം, ഇതാ ഇവിടെ കർത്താവിൻ ബലിപീഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമ്മൾ ബലിയർപ്പിക്കുവാനായിട്ട് വന്ന ഈ അവസരത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ രണ്ടാമത്തെ വായനയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. പ്രാർത്ഥനയിലൂടെ, അപേക്ഷകളിലൂടെ, കൃതജ്ഞതാസ്തോത്രത്തോടെ നമ്മളുടെ ആവശ്യങ്ങൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. ഇന്ന് തീർച്ചയായിട്ടും ലോകം മുഴുവനും ആകുലതയിൽ, പ്രയാസത്തിൽ, വിഷമതയിൽ കഴിഞ്ഞുകൂടിയാണ്. കാരണം ഈ COVID-19 പ്രശ്നത്തിൽ നമ്മളൊരിക്കലും ആകുലരാകരുത് എന്നാണ് ഈശോ പറയുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, അവിടത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ ദുഃഖങ്ങളെയെല്ലാം അവിടുന്ന് സന്തോഷമായി മാറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടുകൂടി ഈ ദീപബലിക്കായി ഒരുങ്ങാം. നമ്മളാരും ബലിയർപ്പിക്കാൻ യോഗ്യരല്ല, പാപികളും ബലഹീനരുമാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദീപബലിക്കായിട്ട് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിക്കാൻ സന്തതം നമ്മെ നയിക്കുമാറാകട്ടെ.
ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതമാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസാക്ഷി ഭയപ്പെടുത്തുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള
സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവൻ ഒരു കവാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ട് മുന്തിരിപ്പഴങ്ങളാണ്. ജെറൂസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്നും പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴങ്ങൾ പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യൂദയാ ജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്നും നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്ത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്നും ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സുദീർഘവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നന്ദി.
കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുളി ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കല്ലെറിയുകയും വേറൊരുവനെ കൊല്ലുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കുന്ന മോൺസിഞ്ഞോർ തോമസ് പനക്കൽ, പ്രിയ സഹോദരങ്ങളെ, ഈ മനോഹരമായ അൾത്താരയിൽ ഇന്നിവിടെ ബലിയർപ്പിക്കപ്പെടുകയാണ്. ജോർജ് സെബാസ്റ്റ്യൻ എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി പണിതുയർത്തിയ ഈ അൾത്താരയിലും ദേവാലയത്തിലുമാണ് ഇന്ന് ഈ വിശുദ്ധ ബലി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു ഗുരുവിൻ്റെ നെടുവീർപ്പുകളാണ്.
ഒരു ഗുരു ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, സഹോദര, അവരെറിഞ്ഞ കല്ലുകളേക്കാൾ എന്നെ വേദനിപ്പിച്ചത് കല്ലുകൾ എന്ന ഭാവേന നീ എടുത്തെറിഞ്ഞ സൂര്യകാന്തി പൂവുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഏറാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഇതൊരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥയാണ്. ഗുരു തൻ്റെ ശിഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പഠിപ്പിച്ചു, ധാർമ്മികതയും നീതിബോധങ്ങളും മുറുകെ പിടിക്കാൻ പഠിപ്പിച്ചു. ഈ ഗുരു ഒരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ തെരുവീതികളിലേക്ക് പോയി. അവിടെ ചെന്ന് ജനപ്രമാണികളുടെയും ഫരിസേയരുടെയും കാപഢ്യങ്ങളെയും കള്ളത്തരങ്ങളെയും ഒക്കെ അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. പ്രമാണികളും മറ്റുള്ളവരും ചേർന്ന് ഗുരുവിനെ കല്ലെടുത്തെറിയുകയാണ്. കല്ലേറേറ്റ് ബോധം കെട്ട് നിലത്ത് വീണ് അർദ്ധബോധം, അങ്ങനെ ആ ബോധം കെടുന്ന അവസരത്തിലാണ് താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ ശിഷ്യൻ അതിലൂടെ കടന്നു പോകുന്നത് ഗുരു കണ്ടു. ഗുരു മാത്രമല്ല, മറ്റുള്ളവരും ആ ഗുരുവിൻ്റെ ഇഷ്ടശിഷ്യനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഇഷ്ടശിഷ്യൻ ഭയപ്പെട്ടു പോയി, തൻ്റെ മേൽ കല്ലേറേറ്റാലോ, അതുകൊണ്ട് താൻ ആ ഗുരുവിൻ്റെ ശിഷ്യനല്ല എന്നറിയിക്കാൻ, എന്നാൽ ഗുരുവിനോടുള്ള സ്നേഹമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാനും വയ്യ. അതുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സൂര്യകാന്തി പൂവെടുത്ത് കല്ലെന്ന ഭാവേന ഗുരുവിൻ്റെ നേരെ എറിഞ്ഞു. ശിഷ്യൻ ആശ്വാസമായി. ഗുരുവിനെ നോവിച്ചുമില്ല, കല്ലേറേറ്റുമില്ല. ഈ സമയത്താണ് പതുക്കെ ഗുരുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. തൻ്റെ ശിഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മോനെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അവരെറിഞ്ഞ കല്ലുകളല്ല എന്നെ വേദനിപ്പിച്ചത്, എന്നാൽ കല്ലെന്ന വ്യാജേന നീ എറിഞ്ഞ സൂര്യകാന്തി പൂവുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഏറാണ് എന്നെ വേദനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ലേപനങ്ങൾ കൊണ്ട് ഒട്ടുമിക്ക മുറിവുകൾ ഉണക്കാൻ സാധിക്കും. എന്നാൽ ഒരു ലേപനത്തിനും ഉണക്കാൻ പറ്റാത്ത മുറിവുകളാണ് ചതിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ, ഉപേക്ഷിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ, വലിച്ചെറിയപ്പെടുമ്പോഴുണ്ടാകുന്ന മുറിവുകൾ, അധാർമികതയിലൂടെ ഉണ്ടാകുന്ന മുറിവുകൾ, നീതിയില്ലായ്മയിലൂടെ വരുന്ന മുറിവുകൾ. ഇത് ഒരു മരുന്നിനും ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ സാധിക്കില്ല. 1996 ഞാൻ കേട്ടൊരു കവിതയാണ്, സ്നേഹത്തിനർത്ഥം വ്യസനമെന്നാണെന്ന് സ്നേഹിച്ചു ലോകത്ത് നിന്ന് പഠിച്ചു ഞാൻ. ഇന്നത്തെ ഒന്നാമത്തെ വായന യേശയ്യാ പ്രവാചകൻ ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രിയനെ കുറിച്ചാണ്. ആ പ്രിയന് തൻ്റെ മുന്തിരിത്തോട്ടത്തോടുള്ള വലിയ സ്നേഹത്തെക്കുറിച്ചാണ് യേശയ്യായുടെ പുസ്തകം പ്രതിപാദിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു ഗാനം ആലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട യേശയ്യാ പ്രവാചകന്റെ വായന കേട്ട് കഴിയുമ്പോൾ 1996 ആ കാവ്യശകലം തന്നെ നാം വീണ്ടും ഓർക്കേണ്ടത് വരും. സ്നേഹത്തിനർത്ഥം വ്യസനമെന്നാണെന്ന് സ്നേഹിച്ചു ലോകത്ത് നിന്ന് പഠിച്ചു ഞാൻ. ആ പ്രിയൻ തൻ്റെ മുന്തിരിത്തോട്ടത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതിൽ വിളവ് കിട്ടാൻ വേണ്ടി മതിൽ കെട്ടി, വെയിൽ കെട്ടി, മഴ കൊടുത്തു, കിളച്ചുമറിച്ചു, മനോഹരമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. എന്നിട്ടും ഫലം ലഭിക്കുന്നില്ല. പ്രിയൻ മുന്തിരി എടുക്കാൻ ചെന്നപ്പോൾ ലഭിക്കുന്നതോ കാട്ടുമുന്തിരി ചെടികളാണ്. വചനം പറയുന്നത് ആ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ജനവും യഹൂദ ജനവുമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ തന്നെ ദൈവം ചോദിക്കുകയാണ്, അല്ലയോ ഇസ്രയേൽ മക്കളെ, അല്ലയോ യൂദയ മക്കളെ, എനിക്ക് ആ മുന്തിരിത്തോട്ടത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ വിധി പ്രസ്താവിക്കുക. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, എന്നിട്ടും എനിക്ക് നിങ്ങൾ തിരിച്ചു നൽകുന്നത് എന്ത്? കാട്ടുമുന്തിരിയോ? നിങ്ങൾ എന്തേ ഇങ്ങനെ പ്രവർത്തിക്കുന്നു?
ഇത്രമാത്രം സംരക്ഷണം കൊടുത്തു, നിങ്ങളെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു, നിങ്ങൾക്ക് വെള്ളം നൽകി, നിങ്ങൾക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടും നിങ്ങൾ പകരമായി നൽകുന്നത് എന്ത്? കാട്ടുമുന്തിരിയോ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന പ്രിയന്റെ കാവ്യമാണ് നാം വായിച്ചു കേട്ടത്. നിർഭാഗ്യവശാല് ആ കാവ്യത്തിന്റെ അവസാനം ഒരു ദുരന്ത കഥയായി മാറുകയാണ്. ആ പ്രിയൻ, ആ യജമാനൻ ആ മുന്തിരിത്തോട്ടത്തെ തകർത്ത് കളയുന്നു, വേലികൾ പൊളിച്ചു കളയുന്നു, മതിലുകൾ ഇടിച്ചമർത്തുന്നു, മഴ പെയ്ക്കാതിരിക്കുന്നു, കളകളും മുൾച്ചെടികളും അതിനിടയിൽ വളരാനായിട്ട് അനുവദിക്കുന്നു. അവസാനം ആ സ്നേഹത്തിൻ്റെ കഥ, ആ പ്രിയന്റെ സ്നേഹം മനസ്സിലാക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ജീവിതം ഒരു ദുരന്ത കഥയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ദൈവം നൽകുന്ന കരുതല്, ദൈവം നൽകുന്ന സ്നേഹം, ദൈവം നൽകുന്ന സംരക്ഷണം, എന്നിട്ടും എന്തേ നാം ഇങ്ങനെ പ്രവർത്തിക്കുന്നു? മാതാപിതാക്കൾ മക്കളോട് ചോദിക്കില്ലേ, ഞാൻ നിനക്ക് എന്തെല്ലാം തന്നു? വസ്ത്രം തന്നില്ലേ? ഭക്ഷണം തന്നില്ലേ? വിദ്യാഭ്യാസം തന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല? നീ എന്തുകൊണ്ട് കാട്ടുമുന്തിരി പഴങ്ങൾ എനിക്ക് നൽകുന്നുവെന്ന് മാതാപിതാക്കളും മുതിർന്നവരും പുതുതലമുറയോട് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോടെയാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരേണ്ടത്. ഇതും ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയാണ്. മുന്തിരിത്തോട്ടത്തെ സ്നേഹിച്ച യജമാനൻ്റെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയാണ്. ഇവിടെ വില്ലനായിട്ട് വരുന്നത് ഇത് ഏൽപ്പിക്കപ്പെട്ട കൃഷിക്കാരാണ്. ഒരുപാട് വരങ്ങൾ കൊടുത്തു, സ്ഥലം കൊടുത്തു, നല്ല മുന്തിരിത്തോട്ടം കൊടുത്തു, കൃഷി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു, വരങ്ങളും അഭിഷേകങ്ങളും കൃപകളും കൊടുത്തിട്ടും അവരെന്താണ് ചെയ്യുന്നത്? അവസാനം യജമാനനോട് അനീതി പ്രവർത്തിക്കുന്നു. യജമാനന്റെ ഫലം കൊടുക്കാതെ അദ്ദേഹത്തെ ചതിക്കുന്നു, നീതികേട് കാണിക്കുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിലുള്ള എഗ്രിമെന്റുകൾ, ദൈവവുമായിട്ടുള്ള വ്യവസ്ഥകൾ ലംഘിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഫലങ്ങൾ എടുക്കാനായിട്ട് ചെന്ന ദാസന്മാരെ അവർ നിഷ്ഠൂരമായി കൊല്ലുന്നു. ഏറ്റവും അവസാനം തൻ്റെ ഏകപുത്രനെ തന്നെ അയക്കുന്നു, അവനെയും അവർ കൊന്നു കളയുന്നു. ഇവിടെ എന്താണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്? ഈ ഫലഭൂഷ്ടമായ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് സഭയാണ്. സഭയ്ക്കുള്ളിലെ കൃഷിക്കാരാണ് സഭയിലെ മക്കള്. അവർക്ക് വരങ്ങൾ കൊടുത്തു, അവർക്ക് കൃപകൾ കൊടുത്തു, അവർക്ക് അഭിഷേകങ്ങൾ കൊടുത്തു, കുമ്പസാരം കൊടുത്തു, കുദാശകൾ കൊടുത്തു, ദൈവവചനങ്ങൾ കൊടുത്തു. എന്നിട്ടും എന്തേ ഇങ്ങനെ അനീതി പ്രവർത്തിക്കുന്നു? എന്നിട്ടും എന്തേ ദൈവത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു? എന്നിട്ടും എന്തേ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് മാറി നടക്കുന്നു? അതുകൊണ്ടല്ലേ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയും ആ കൃഷിക്കാരുടെ കഥയും നെറുകേടിൻ്റെ കഥയായി മാറുന്നത്? അവസാനം ശാപം അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് അവർ വീണു പോകുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ ശാപം? അങ്ങനെ ആ പഴയ നിയമത്തിലെ മുന്തിരിത്തോട്ടത്തിൻ്റെ കഥയും പുതിയ നിയമത്തിലെ കൃഷിക്കാരും ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് പെട്ടുപോവുകയാണ്. അതായത് ശാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ കൃപയില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ അഭിഷേകമില്ലാത്ത അവസ്ഥ. ഇതിനൊരു ഉത്തരം നാം ഇന്ന് തേടുകയാണ്. ആ ഉത്തരമാണ് ഇന്ന് കുർബാനയുടെ ആരംഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയുള്ള ലേഖനമാണ്. അല്ലയോ പ്രിയപ്പെട്ട പുതിയ ഇസ്രയേൽ ജനമേ, ദൈവത്തിൻ്റെ പുതിയ മക്കളെ, നിങ്ങൾ പഴയ കൃഷിക്കാരെ പോലെയും പഴയ മുന്തിരിത്തോട്ടത്തെ പോലെ പെരുമാറരുത്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൃതജ്ഞതകളും സ്തോത്രങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുക. നിങ്ങൾ നീതികേട് കാണിക്കരുത്. നിങ്ങൾ വ്യവസ്ഥകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈ ലോകത്തിൻ്റെ മൂലക്കല്ലായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന സന്ദേശമാണ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത്.
പ്രിയപ്പെട്ടവരെ, വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. മുതിർന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും പരസ്പരം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രമാത്രം സ്നേഹിച്ചിട്ടും മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ പരദൂഷണങ്ങളോ മറ്റുള്ളവർ ചെയ്ത ചതിയോ വഞ്ചനകളോ അല്ല ഞങ്ങളെ വേദനിപ്പിച്ചത്. അവരെറിഞ്ഞ കല്ലുകളല്ല ഞങ്ങളെ വേദനിപ്പിച്ചത്. എന്നാൽ കല്ലെന്ന ഭാവേന നീ എറിഞ്ഞ സൂര്യകാന്തി പൂവുണ്ടല്ലോ, നീ ക്രിസ്ത്യാനിയാണെന്നുള്ള ഭാവേന ജീവിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുന്ന നെറുകേടും ദൈവവിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും എതിരായിട്ടുള്ള നിന്റെ പ്രവൃത്തികളുണ്ടല്ലോ, അതാണ് എന്നെ വേദനിപ്പിക്കുന്നതെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വായനകളുടെ ആ ദൈവശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ കുപ്പിപ്പിടിച്ച് ഫിലിപ്പിയക്കാർക്ക് എഴുതിയുള്ള ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടബാധ്യതകളും രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രമിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹനിധിയായ ദൈവമേ, തിരുസഭയെയും സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും വചനാഗ്നിയിൽ നിറയ്ക്കണമെന്നും ഞെരുക്കമുള്ള വഴികളിൽ തളരാതെ സഭയെ നയിക്കുവാനുള്ള കൃപകൾ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സമസ്ത ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന നല്ല ദൈവമേ, മാതൃരാജ്യത്തെയും രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ രാഷ്ട്ര നേതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സൗഹൃദവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സംജാതമാക്കണമേ എന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ രാജ്യത്തെ നയിക്കുവാൻ ദൈവിക ജ്ഞാനം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ നിത്യപൗരോഹിത്യത്തിൽ പങ്കുകാരാക്കപ്പെട്ട എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മോൺസിഞ്ഞോർ തോമസ് പനക്കൽ അച്ഛനെയും
അലോഷ്യസ് കുളങ്കര അച്ഛനെയും ശ്യാമച്ഛനെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശം ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ വാഹകരായി മാറാനും അതുവഴി ജനങ്ങളെ വിജ്ഞാനത്തിൻ്റെ പാതയിലൂടെ വളർത്തിയെടുക്കുവാനുമുള്ള കൃപാവരം ഇവരിൽ ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ, ഈ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന കൊറോണ മഹാമാരിയെയും മറ്റെല്ലാ പകർച്ചവ്യാധിയെയും തുടച്ചു മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവനും പുനരുദ്ധാനവുമായ ദൈവമേ, നിത്യസമ്മാനത്തിനായി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാക്കളെ അങ്ങേ രാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്ധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായ അങ്ങുന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി
അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമാകണമേ.
ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളാകോർ അനുഗ്രഹീത. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും
എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശ്വാസം സ്വീകരിക്കുവിൻ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ നിങ്ങൾ സമ്പന്നരാകുവാനും സൽപ്രവർത്തികളിൽ വ്യാപൃതരായി ഈ ലോക ജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.